കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയെക്കുറിച്ചൊക്കെ എത്ര പറഞ്ഞാലും മതിയാകില്ല അല്ലേ? നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്നിരിക്കുമ്പോൾ അതിൻ്റെ കളിയും ചിരിയും കരച്ചിലുമൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകാറുണ്ട്. നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു കുഞ്ഞു ലോകം അല്ലേ? ഷോപ്പിംഗ് മാളിൽ വീട്ടുകാർക്കൊപ്പം പോയ ഒരു കുഞ്ഞ് കാണുന്നത് മുടി നീട്ടി വളർത്തിയ താടിയുള്ളൊരു യുവാവിനെയാണ്. അവൻ ഒട്ടും സംശയിച്ചില്ല, അത് യേശു തന്നെയാണ്. അച്ഛാദേ യേശു എന്ന് പറഞ്ഞുള്ള അവൻ്റെ അമ്പരപ്പ് ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. It's not Jesus. It's not Jesus. Jesus. No, it's not Jesus. It's not Jesus. അഞ്ജലി വിജയകുമാറാണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജലിയെ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ നോക്കുമ്പോൾ താടിയുണ്ട്, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അവൻ ആരാധിക്കുന്ന, അവൻ ഫോട്ടോയിലൊക്കെ കാണുന്ന യേശുവിന്റെ രൂപം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബെന്നിന് ഇട്ടിട്ടുണ്ടോ, ടീഷർട്ടാണോ ഇട്ടേക്കുന്നതെന്നൊന്നും അവൻ നോക്കത്തില്ല. എന്നാലും നല്ല രസമുണ്ട്. അതെ, പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ കളിയും ചിരിയും കുസൃതിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. എത്ര വേണമെങ്കിൽ നമ്മളിത് കണ്ടിരിക്കുകയും ചെയ്യും. അത്ര ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ 201 എന്ന യൂസർ ID-യിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ഈ വീഡിയോയിൽ നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഈ കൊച്ചു ബാലൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ മുന്നിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ അയ്യോ, താൻ വീട്ടിൽ കാണുന്ന താൻ ആരാധിക്കുന്ന യേശുവിനെ പോലെ തന്നെയുണ്ടല്ലോ, അതുപോലെ തന്നെ മുടിയും അതുപോലെ തന്നെ ഹൈറ്റും എല്ലാം. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ട്രൗസറും ടീഷർട്ടുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുട്ടി അവന് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ദേ നോക്കി യേശു. അപ്പോൾ അച്ഛനും ഈ പറഞ്ഞ പോലെ ഒരു അമ്പരപ്പും ഇവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ള അച്ഛനും ഇങ്ങനെ എന്താ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ അച്ഛനും ഇരുന്നു. അപ്പോഴാണ് കുട്ടിയോട് പലപ്പോഴും പറയുന്നുണ്ട്, മോനെ ഇത് യേശു അല്ല, ഒരു ചേട്ടനാണ്, യേശു അല്ല എന്ന് പറയുന്നത്. പക്ഷെ അവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു അല്ല അച്ഛാ, അത് യേശു തന്നെയാന്ന്. നമുക്ക് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവരൊക്കെ എപ്പോഴും ചിലപ്പം പാട്ട് കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും ആദ്യം അവരുടെ കണ്ണിൽ പെടുന്ന ഇത്തരം ദൃശ്യങ്ങളാണ്. ചില നിറങ്ങളും അതുപോലെ ചിത്രങ്ങളും എല്ലാം ചെറിയൊരു കുട്ടിയുടെ മനസ്സിൽ തന്നെ പതിയുകയും അവൻ പിന്നീട് ആ ചിത്രം കാണുമ്പോൾ അവൻ നമ്മളെക്കാളും പെട്ടെന്ന് അവൻ അത് ഓർമ്മയിലെടുത്ത് അവൻ നമുക്ക് പലപ്പോഴും കാണിച്ചു തരാറുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ പിള്ളേരാണെങ്കിലും എപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവരെപ്പോഴും നിറങ്ങളും അതുപോലെ ചിത്രങ്ങളൊക്കെ നമ്മളെക്കാളും വേഗം തിരിച്ചറിയുകയും അങ്ങനെ തന്നെ പല കുട്ടികളും ആദ്യം അവരെ പഠിപ്പിക്കുന്നത് നിറങ്ങളും അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ പലപ്പോഴും അവർക്ക് മനസ്സിലാവുന്നത് ഇത്തരം ചിത്രരൂപത്തിലാണ് അവർക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ പെട്ടെന്ന് അതൊരു അക്ഷരമാണോ അങ്ങനെയൊന്നും അവർക്ക് മനസ്സിലാക്കുന്നില്ല. അവരെല്ലാം ഈ കാണുന്ന ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ തന്നെയാണ് ഈ കുട്ടിയും ഇത്തരത്തിൽ യേശു എന്ന് തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹമാണെങ്കിലും ഈ കുട്ടി യേശു എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ അദ്ദേഹവും ചിരിക്കുകയും അദ്ദേഹം എന്താ ഈ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള അമ്പരപ്പും അദ്ദേഹത്തിനുമുണ്ട്. പൂജ